الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد. ഏറെ ആദരണീയനായ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ ഉപാധ്യക്ഷൻ കൂടിയായ സയ്യിദ് ഉമർ കോയത്തങ്ങൾ പുതിയങ്ങാടി അവർകളെ, ആദരണീയനായ അധ്യക്ഷൻ അവർകളെ, അഭിവന്ദ്യരായ ഉസ്താദുമാരെ, ഇവിടെ പ്രസംഗിക്കാനിരിക്കുന്ന യുവ പണ്ഡിത സുഹൃത്തുക്കളെ, അനുഗ്രഹീതമായ ഈ ക്യാമ്പസിൽ അനുഗ്രഹീതമായ മജ്‌ലിസിൽ ഒത്തുകൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിഷ്കളങ്കരായ ജ്യേഷ്ഠാന്തന്മാരെ, ഉലമാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ൽ കൊണ്ട് നാം ഏവർക്കും മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തസവ്വുഫിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സെഷനിലാണ് നാം ഉള്ളത്. വളരെ ആദരണീയനായ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ് നമുക്ക് മുമ്പിൽ. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വളരെ ലളിതമായി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ദാരിദ്ര്യമുള്ളത് അറിവിൻ്റെ വിഷയത്തിലോ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവിലോ ഒന്നുമല്ല. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം ദീൻ പഠിക്കുന്നുണ്ട്, പക്ഷെ ദീനിൻ്റെ ആശയം വ്യക്തി ജീവിതത്തിൽ പ്രകടമാകുന്നില്ല എന്ന ദുഃഖകരമായ സ്ഥിതിവിശേഷമാണുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ നമ്മുടെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം വാങ്ങിയ ബിരുദധാരികളായ യുവ പണ്ഡിത സുഹൃത്തുക്കൾ എഴുതുന്ന പറയുന്ന ഭാഷ നമുക്ക് ഉദാഹരിക്കാൻ പോലും കഴിയാത്തതാണ്. അതും ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള വലിയ സാദാത്തുക്കളെ കുറിച്ച്, വലിയ ഉലമാക്കളെ കുറിച്ച്, വലിയ മഹാത്മാക്കളെ കുറിച്ച്. അവർക്ക് ഖുർആൻ അറിയാം, ഹദീസ് അറിയാം, ഫിഖ്ഹിന്റെ മസ്അലകൾ അറിയാം, പക്ഷേ സംസ്കരിക്കപ്പെട്ടിട്ടില്ല. പഠിച്ചതൊന്നും ഫലിച്ചിട്ടില്ല, സ്വന്തം ജീവിതത്തിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നർത്ഥം. ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ശിഷ്യന്മാരായ സ്വഹാബത്തിനെ ഇൽമു പഠിപ്പിക്കുന്നതോടൊപ്പം അവരെ തസ്കിയത്ത് ചെയ്ത് സംസ്കരിച്ചെടുത്തിരുന്നു എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. അതാണ് ഒരു മുസ്ലിമിന്റെ വിജയവും. കേവലം ഒരുപാട് പാഠങ്ങൾ പഠിച്ച് ഒരുപാട് അറിവുകൾ നേടിയിട്ട് അവന് മുസ്ലിമായി മറ്റു സമൂഹങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അവന്റെ ജീവിതമാണ് ഏറ്റവും വലിയ സാക്ഷ്യം ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നത്. ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ അൻഫഉ മിൻ വഅലി അൽഫി റജുലിൻ ഫി റജുലിൻ. 1000 ആളുകൾ ഒരാളെ ഉപദേശിക്കുന്നതിനേക്കാൾ ഫലപ്രദമായത് ഒരാൾ, നല്ലൊരു മനുഷ്യൻ, ദീനിന്റെ ചിഹ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയുന്ന ഒരൊറ്റ മനുഷ്യൻ 1000 ആളുകൾക്കിടയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ 1000 ആളുകളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി പ്രയോജനീഭവിക്കുമെന്ന് മഹാത്മാക്കൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് അതാണ് ആവശ്യം. മാത്രമല്ല, ആ ഒരു മേഖലയിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, നിർവചിക്കാൻ കഴിയാത്ത ഒരു നിർവൃതി, ഒരാനന്ദം, ഹദീസിന്റെ ഭാഷ കടമെടുത്താൽ ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾക്ക്
അവർ മുസ്ലിങ്ങളാണ്, കുറെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇതിന്റെ അകക്കാമ്പ് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടും സംസ്കരിക്കപ്പെട്ട മനസ്സുകൾ ലഭ്യമാകാത്തതുമാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു മേഖലയിലേക്ക് പ്രവേശിച്ച് അള്ളാഹുവിന്റെ വിനീതനായ ഒരു ദാസനായി, സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഇഹ്സാന്റെ ഉടമയായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ യാന്ത്രികമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകും. ആഖിറം മാത്രമല്ല, ദുനിയാവും നടന്നു പോകും. എല്ലാം അള്ളാഹു ഏറ്റെടുക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും സുഖസുന്ദരമായി അള്ളാഹു നേരിട്ട് നിർവഹിക്കുന്ന വിധാനത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. മഹാന്മാരായ സ്വഹാബത്ത് 13 വർഷക്കാലം മക്കയിൽ നിരന്തരമായ പീഡനങ്ങൾക്കും യാതനകൾക്കും വേദനകൾക്കും ദുരിതപൂർണമായ ജീവിതത്തിനും വിധേയമായി എന്ന് മാത്രമല്ല, വല്ലാതെ കഷ്ടപ്പാട് അനുഭവിച്ച ഘട്ടത്തിലാണ് അവർക്ക് ഹിജറ പോകാൻ അവസരം കിട്ടിയത്, അല്ലെങ്കിൽ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുക. അന്നത്തെ കാലത്ത് ഒരു 500 കിലോമീറ്റർ ദൂരേക്ക് ജീവിതം പറിച്ചെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നാട് വിട്ടുപോയി എന്നർത്ഥം, തിരിച്ചു വരാൻ കഴിയില്ല. കാരണം യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടമാണ്. നമുക്കറിയാലോ, ഹിജറ പോകുന്നത് ഒരാഴ്ച സമയമെടുത്തിട്ടുണ്ട്. അപ്പൊ അത്ര വിദൂരമായ മദീനയിലേക്കാണ് സഹാബികൾക്ക് ഹിജറ പോകാൻ നിർദ്ദേശം കിട്ടിയത്. ഒരുപാട് ആളുകൾ പോകാൻ സജ്ജരായി. ദുർബല മനസ്കരായ സ്വഹാബികൾ ചില സംശയം പ്രകടിപ്പിച്ചു. കൈഫ നുഹാജിറുൽ മദീന യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുവരെ ഞങ്ങൾ എങ്ങനെയാണ് മദീനയിലേക്ക് ഹിജറ പോവുക? വലൈസ ലനാ ബിഹാ അഹ്ലുൻ വലാ മാലുൻ, ഞങ്ങൾക്കവിടെ കുടുംബങ്ങളില്ല, വീടില്ല, സ്വന്തക്കാരും ബന്ധക്കാരും സമ്പത്തും ജോലിയും ഒന്നുമില്ല. ഇതൊക്കെ വിട്ടേച്ചുകൊണ്ട് മദീനയിൽ പോയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നൊരു ചോദ്യം ചോദിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ സൂക്തം മഹാനായ മലക്കുൽ മുഖർറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. എത്രയെത്ര ജീവികളാണ് ഈ ഭൂമുഖത്ത് അധിവസിക്കുന്നത്. ഒരു ജീവിയും തനിക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ കരുതി വച്ചിട്ടില്ല. എന്നാൽ സുഖമായി അവരൊക്കെ ജീവിക്കുന്നുണ്ട്. അല്ലാഹു യർസുഖുഹാ വഇയ്യാകും, അള്ളാഹുവാണ് നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ നൽകുന്നത്, അവർക്കും നൽകുന്നത്. വല്ലാഹു സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്, നിങ്ങളൊക്കെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. ഇതൊരു വല്ലാത്ത ഖുർആൻ സൂക്തമാണ്. ഈ കാണുന്ന ആയിരക്കണക്കിന് ജീവജാലങ്ങൾ, ഒരു ജീവിയും തനിക്ക് നാളേക്ക് ആവശ്യമായ വിഭവങ്ങൾ കരുതി വച്ചിട്ടില്ല. നമ്മൾ കാലത്ത് എഴുന്നേറ്റാൽ എത്ര പക്ഷികളുടെ കളകളാരവങ്ങൾ ശബ്ദങ്ങൾ കേൾക്കുന്നു, കാക്കകളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒക്കെ കാലത്ത് എഴുന്നേറ്റ് ഫ്രഷായി റെഡിയായി അവർ സജീവമായി. അവർ ഇന്നലെ കരുതി വെച്ചിട്ടുള്ള ഇന്നേക്കുള്ള ഭക്ഷണം ഒരു മാസത്തേക്ക് പോകട്ടെ, വർഷത്തേക്ക് പോകട്ടെ, 100 വർഷത്തേക്ക് പോകട്ടെ, ഇന്നേക്ക് കാലത്തുള്ള നാസ്ത കഴിക്കാനുള്ള ഭക്ഷണം പോലും കരുതി വെച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു പറയാം, അള്ളാഹു യർസുഖുഹാ വഇയ്യാകും, അവർക്കും നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്, അതിലൊന്നും നിങ്ങൾക്ക് ആശങ്ക വേണ്ട എന്ന് ഖുർആൻ പറയുമ്പോൾ എത്ര ഗൗരവതരമായ കാര്യമാണ്. മുദബ്ബിറുൽ ഉമൂർ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന, അനുനിമിഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല, നിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയാൽ നിങ്ങൾക്ക് കുടുംബമില്ല, വീടില്ല, സമ്പത്തില്ല, അങ്ങനത്തെ ഒരാശങ്കയും വേണ്ട. അതൊക്കെ അള്ളാഹു നേരിട്ട് ഏറ്റെടുക്കും, കൈകാര്യം നിങ്ങൾ അള്ളാഹു കാര്യങ്ങൾ ഏൽപ്പിക്കണമെന്ന് മാത്രം. ഈ ഖുർആനായത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ലൈസ ഷൈഉൻ ഫിൽ അർളി യുഖ്ബിഉ, ജീവിത വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ജീവിയും ഈ ദുനിയാവിലില്ല. 3 ഒഴികെ ഇല്ല ഇൻസാൻ, മനുഷ്യനാണ്. നമ്മൾ അരിയൊക്കെ വാങ്ങി സൂക്ഷിച്ചു വെക്കും, നമ്മൾ ക്യാഷ് ബാങ്കിൽ ഇട്ട് വെക്കും, നമ്മൾ അടുത്ത മകളെ കല്യാണം കഴിക്കാനുള്ള നേരത്തെ സ്വർണ്ണങ്ങളൊക്കെ ഒരുക്കി വെക്കും. അങ്ങനെ ഒരുക്കി വെക്കുന്ന ഒരു പാർട്ടി ദുനിയാവിൽ 3 ഉള്ളൂ. ഒന്ന് മനുഷ്യൻ, മറ്റൊന്ന് ഫൽ ഫഅറത്തു എലി, മറ്റൊന്ന് ഇല്ലൽ ഇൻസാനു വൽ ഫഅറ എലി, മറ്റൊരു ജീവി കൂടിയുണ്ട്. ഇങ്ങനെ ഈ 3 ജീവികൾ മാത്രമാണ് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ. ബാക്കി ഒരൊറ്റ വസ്തു, ഒരു ജീവിയും, ആന പോലും ഒന്നും കരുതി വെക്കുന്നില്ല. ആനക്കൊക്കെ തിന്നാൻ ഇത്ര വേണം.
സിംഹം ഒന്നും കരുതി വെക്കുന്നില്ല, പക്ഷി ഒന്നും കരുതി വെക്കുന്നില്ല. എന്നാൽ ഈ ജീവിതത്തിൽ ഒരൊറ്റ പക്ഷിയും പട്ടിണി കടന്ന് മരിച്ചൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഞാനും നിങ്ങളും ചാനലിലും പത്രത്തിലും കണ്ടിട്ടില്ല. വനാന്തരങ്ങളിൽ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു, ഭക്ഷണം കിട്ടാനില്ല, അങ്ങനെ കേസേ ഇല്ല. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിൽ ഏൽപ്പിച്ച്, അള്ളാഹുവാണ് നിങ്ങളെ റാസിഖ്, അള്ളാഹുവാണ് നിങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ, വിഭവങ്ങൾ നൽകുന്ന പോലെ നിങ്ങൾക്കും നൽകും. വീടാണെങ്കിൽ വീട്, മൊബൈലാണെങ്കിൽ മൊബൈല്, മക്കളാണെങ്കിൽ മക്കൾ, ഭാര്യയാണെങ്കിൽ ഭാര്യ, ജോലിയാണെങ്കിൽ ജോലി, പണമാണെങ്കിൽ പണം, എല്ലാം അത് നിങ്ങൾക്ക് നൽകും. കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ. തഗ്ദു ഹിമാസ, രാവിലെ കാലത്ത് കൂടി നിന്ന് ഒട്ടിച്ചുളിഞ്ഞ വാരങ്ങളുമായിട്ടാണ് പക്ഷികൾ പറന്നകലുന്നത്. എന്നാൽ വതർജുഉ ബിതാന, വൈകുന്നേരം ഒക്കെ വയറ് നിറച്ച പക്ഷികൾ കൂട്ടിലെത്തുന്ന ഒരു പക്ഷിക്കും ഭക്ഷണം കിട്ടാതെ പോയിട്ടില്ല. ഈ അത്ഭുതകരമായ പ്രതിഭാസം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നിൽ അള്ളാഹുവാണ്. ആ അള്ളാഹു നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു. അല്ലെങ്കിൽ മനുഷ്യൻ എത്ര ദുർബലനാണ്. മനുഷ്യൻ ഈ ജീവികളെ അപേക്ഷിച്ച് ഏറ്റവും ബാക്കിലാണ് മനുഷ്യൻ. കാരണം മനുഷ്യന്റെ ഒരു കുഞ്ഞ് ജനിച്ച് ഈ ഭൂമിയിലേക്ക് വീഴുമ്പോ പരസഹായമില്ലാതെ കുഞ്ഞിന് മുല കുടിക്കാൻ പോലും കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഒരു വെള്ളം കുടിക്കാൻ കഴിയില്ല, ഒന്ന് ഇളകാനോ ശത്രുവിനെ പ്രതിരോധിക്കാനോ കഴിയില്ല. ഒരു കോഴിക്കുഞ്ഞാണെങ്കിൽ പോലും മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയാൽ ഉടനെ തന്നെ ഓടിച്ചാടിപ്പോയി ആ മണ്ണിൽ നിന്ന് കൊത്തിയെടുത്ത് ഇരകൾ ഭക്ഷിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഓരോ ജീവിക്കും കഴിയുന്നുണ്ട്. മനുഷ്യൻ വളരെ ദുർബല. ഖുർആൻ പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ഷൈഅ, നിങ്ങളെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മനുഷ്യ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അവസ്ഥ ലാ തഅലമൂന ഷൈഅ, ഒരു വസ്തു നിങ്ങൾക്ക് അറിയില്ല, ഒന്നും അറിയില്ല, ഒരു കഴിവുമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ദൗർബല്യം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഞാൻ ഏത് ദിവസം ജനിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിവുപോലും എനിക്കില്ല. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഞാൻ കറുത്തവനാകണോ വെളുത്തവനാകണോ തീരുമാനിക്കാൻ എനിക്ക് കഴിവില്ല. ഞാൻ ബുദ്ധിമാനാകണോ മന്ദബുദ്ധിയാകണോ തീരുമാനിക്കാൻ എനിക്ക് കഴിവില്ല. ഞാൻ ആരോഗ്യവാനാകണോ അതോ ഞാൻ അംഗവൈകല്യമുള്ളവനായി ജനിക്കണോ തീരുമാനിക്കാനുള്ള ശേഷി എനിക്കില്ല. നാം വളരെ ദുർബലനായി. ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു ശക്തി അപ്പുറത്തുണ്ട്, അള്ളാഹു. ആ അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് തവക്കുൽ. തവക്കുലുണ്ടാകണമെങ്കിൽ മനസ്സിന് സ്വഫാ വേണം, തസ്കിയത്ത് വേണം, വിശുദ്ധി വേണം. അതാണ് വിഷയം. ആ നിലയിൽ ജീവിക്കുമ്പോൾ ആ ജീവിതം മനോഹരമായ ജീവിതമായിരിക്കും. ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു നേരിട്ട് ഏറ്റെടുത്ത് വരുന്ന വിധാനത്തിലേക്ക് നമ്മൾ ഉയർന്നു വരും. അതാണ് ഖുർആൻ പറഞ്ഞത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ സൂക്ഷിച്ച ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് ഏത് കാര്യത്തിനും രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടാക്കി കൊടുക്കും. മാത്രമല്ല വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിക്ക് കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി കൊടുക്കും. ഇത് ഖുർആന്റെ നസ്സാണ്. ഖുർആന്റെ നസ്സ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാഹ് നേരിട്ട് പറഞ്ഞതാ. ഒരു പഴവിന് 1% പോലും പഴുതില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൂടെ ജീവിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹു കൈകാര്യം ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നേരിട്ട് നമ്മളെ പറഞ്ഞറിയിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ തരത്തിൽ നിരവധി നബിവചനങ്ങളുണ്ട്. ധാരാളം നബിവചനങ്ങൾ പരിഗണിക്കാതെ അള്ളാഹു വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പ്രധാനം നമുക്ക് അള്ളാഹു അങ്ങനെ ഏൽപ്പിച്ചാൽ കാര്യങ്ങൾ നടക്കൂല. തൽക്കാലം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ദുനിയാവിന് മുൻഗണന കൊടുത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ഹദീസിലുണ്ട്, മൻ ഇൻഖതഅ ദുനിയ വക്കലഹു ഇലൈഹ, എന്റെ കാര്യം ശരിയാക്കാൻ ഞാനിവിടെ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിന്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ദുനിയാവിലേക്ക് മുറിഞ്ഞിറങ്ങുന്ന മനുഷ്യനാണെങ്കിൽ അള്ളാഹു അവന്റെ കാര്യം അവനിലേക്ക് ഏൽപ്പിക്കുന്നു. അവൻ തന്നെ ചെയ്തോട്ടെ. അള്ളാഹു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. അത്തരം ആളുകൾക്ക് ടെൻഷനോട് ടെൻഷൻ, പ്രയാസത്തോട് പ്രയാസം, സങ്കടത്തോട് സങ്കടം, 100,000 ഗുലുമാലുകൾ, പ്രശ്നങ്ങൾ, സങ്കീർണതകൾ, ആകപ്പാട് അസ്വസ്ഥതകൾ. നേരെ വെച്ച് അള്ളാഹു ഏൽപ്പിച്ച ആളുകളോ അവർ സുഖസുന്ദരമായി ജീവിക്കുന്നു, സ്വസ്ഥമാണ്, സമാധാനമാണ്, സന്തോഷമാണ്, ആശ്വാസമാണ്. അവർക്കൊന്നും പ്രശ്നമില്ല. ഒക്കെ അള്ളാഹു നിശ്ചയിച്ച പോലെയാണ്. കാരണം ഇവിടെ എന്ത് ആപത്ത് വന്നാലും അതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാവും. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖലായിദുൽ ജവാഹിർ പറയുന്നു, അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കെ തന്റെ നേരെ മുന്നിലേക്ക് വീടിന്റെ ഉത്തരത്തിൽ നിന്ന് ഒരു പാമ്പ് വന്നിട്ട് വീണു.
ശിഷ്യന്മാരൊക്കെ എഴുന്നിട്ട് ഓടാൻ തുടങ്ങി. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അവിടെ തന്നെ ഇരുന്നു. മൂപ്പര് പറഞ്ഞു, മാ അന്തി ഇല്ലാ ദുവൈബത്തുൻ ലാ യുഹർരികുകി വലാ യുസക്കിനുകി ഇല്ലാ ഖദ്റുല്ലാഹി തആല വഖല്ലാഹു. പാമ്പെ, നീ ഒരു ഇഴജീവി മാത്രമാണ്. നിനക്ക് അനങ്ങാനും അടങ്ങാനും സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖദർ ഖലാ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അള്ളാഹു നിശ്ചയിച്ചത് നടക്കൂ. ഈ തവക്കുൽ അത് മനസ്സ് അള്ളാഹുമായി ബന്ധപ്പെടുത്തി തസ്കിയ ചെയ്ത് കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്ന അപാരമായ കഴിവാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഓവർ ടെൻഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യമല്ല. ഖദർ ഖലായിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ, അള്ളാഹു നമുക്ക് തരുന്ന ഓരോ പരീക്ഷണം നമ്മൾ വിചാരിക്കും വലിയ ആപത്താണ്, വലിയ സംഭവമാണ്, ഇനി എന്താ ഞാൻ ചെയ്യാന്ന് വിചാരിച്ച് സങ്കടപ്പെടും. അങ്ങനെ സങ്കടപ്പെടേണ്ട ആളുകളല്ല നമ്മൾ. അള്ളാഹു നമ്മൾ വളരെ വാത്സല്യമുള്ള ആളാണ്, വളരെ സ്നേഹമുള്ള ആളാണ്, വളരെ കരുണാമയനാണ്. നമുക്കൊരു ആപത്ത് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അള്ളാഹു നമുക്ക് വേറെ നന്മ കണ്ടിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു പ്രത്യേകം അള്ളാഹിന്റെ തദ്ബീറിന്റെ ഭാഗം. ഇതൊക്കെ പ്ലാനിങ് ആണ്. ഞാൻ ഈ അടുത്ത് വായിച്ചു, ഖദർ ഖലാ ചർച്ച ചെയ്യുന്ന ഒരു കിതാബിൽ ഒരു മെഡിക്കൽ കോളേജിലെ 4 വിദ്യാർത്ഥികൾ വൈകുന്നേരം ക്ലാസ് വിട്ട് പുറത്തിറങ്ങി നടക്കാൻ ഇറങ്ങിയാണ്. ചീറി വന്നൊരു കാറ് ഒരു കുട്ടിയെ തട്ടിയിട്ടു. പെട്ടെന്ന് കുട്ടിയെ അവർ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തിച്ചു. ഡോക്ടർമാർ പരിശോധിച്ച് നോക്കി, രക്തസ്രാവം ഉണ്ട്. പരിശോധിച്ച് നോക്കുമ്പോൾ കിഡ്നിയിൽ നിന്നാണ് രക്തസ്രാവം. ഞാൻ കിഡ്നി നീക്കം ചെയ്യാതെ രക്തസ്രാവം നിൽക്കാൻ ഒരു വഴിയില്ലാതെ. ഡോക്ടർമാർ ഇവരുടെ ഫ്രണ്ട്സും വിദ്യാർത്ഥികളും കൂടി ആലോചിച്ചു, അടിയന്തരമായി കിഡ്നി നീക്കം ചെയ്യണം. അവർ എഴുതി ഒപ്പിട്ട് കൊടുത്തു, നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് ദിവസങ്ങൾ കൊണ്ട് ഈ കുട്ടി സർജറി ഒക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ചിങ്ങനെ ബെറ്റിലിരിക്കുമ്പോൾ സർജറി നടത്തിയ സാറ് വന്നിട്ട് ചോദിച്ചു, എന്താ പോലെ പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒക്കെ സുഖമായില്ലേന്നോ? പ്രയാസം ഉണ്ടാകാതിരിക്കോ സാറേ, ഞാൻ ജീവിതത്തിലേക്ക് പിച്ച വെച്ച് നടന്നു വരുന്നതിലുള്ളൂ, എൻ്റെ മെഡിക്കൽ പഠനം പോലും പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, എൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടില്ലായിരുന്നു. മോനെ എന്നാ സമാധാനിച്ചോ, നിന്റെ കിഡ്നി നീക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അസാധാരണമായ ഒരു കറുത്ത ആവരണം നിന്റെ കിഡ്നിയുടെ മുകളിൽ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു അസാധാരണ സംഭവം. ഞങ്ങൾ ലബോറട്ടറിയിലേക്ക് അയച്ചു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്താ സംഭവം? അതിന്റെ റിസൾട്ട് വന്നു. ഈ കുട്ടിക്ക് അത്യപൂർവമായ ഒരു ക്യാൻസറിന്റെ തുടക്കമാണ് ഈ ആവരണം. ഈ ക്യാൻസറിന്റെ പ്രത്യേകത, ഈ ക്യാൻസർ വന്ന് 4th സ്റ്റേജിലേക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. 4th സ്റ്റേജിൽ പിന്നെ രക്ഷപ്പെടുമല്ലോ. അൽഹംദുലില്ലാ. അപ്പൊ നീ ഇപ്പൊ രക്ഷപ്പെട്ടാൽ നിന്റെ കിഡ്നി നീക്കം ചെയ്തു, ആ രോഗത്തിൽ നീ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ കാണാത്ത വഴികൾ അള്ളാഹുവിന്റെ ഓരോ ഖലായിലും ഖദറിലൂടെ നമ്മൾ ഓവർ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ നിലയിൽ മുന്നോട്ട് പോകുന്ന ദുനിയാവിലേക്ക് നമ്മൾ ആശ്രയിച്ച് ഇറങ്ങി പോകുകയാണെങ്കിൽ നമുക്ക് ദുനിയാവിൽ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. ആഖിറത്തെല്ലാം നഷ്ടപ്പെട്ട് മരിച്ചു പോവുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് ഓർമ്മയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളെ കൂടെ കുറച്ച് സഹവസിക്കട്ടെ, കാര്യങ്ങളൊക്കെ പഠിക്കാന്ന് ചോദിച്ചു. കുഴപ്പമില്ല, നീ എന്റെ കൂടെ വരാൻ റെഡിയാണെങ്കിൽ ഞാൻ കൂടെ കൂട്ടാന്ന് പറഞ്ഞു. അദ്ദേഹം കൂടെ കൂട്ടി. അവർ രണ്ടുപേരും ഇങ്ങനെ പോയൊരു പുഴയുടെ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നല്ല വിശപ്പൊന്ന്, കുറേ സമയം നല്ല വിശപ്പുണ്ട്. ശിഷ്യൻ ചോദിക്കട്ടെ വിചാരിച്ചു, എന്താ വിശക്കിന് കഴിക്കുക, എന്താ അങ്ങനെ ചോദിക്കാൻ നിൽക്കുമ്പോഴാണ് ഈശ്വർ വിശപ്പുണ്ടല്ലേ ചോദിച്ചു. ഉണ്ട് കയറും. എന്റെ കയ്യിൽ 3 റൊട്ടി ഉണ്ട്, എന്നാ ഓരോ റൊട്ടി നമ്മൾ കഴിക്കാറ്. ഇവന് റൊട്ടി കൊടുത്തു. ഒരു റൊട്ടി ഈസാ നബി കഴിച്ചു. അങ്ങനെ ഒരു റൊട്ടി ബാക്കിയുള്ളതാണ് വെച്ചിട്ട് ഈസാ നബി പുഴയിലെ വെള്ളം കോരി കുടിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോ ഈ ഒരു റൊട്ടി കൊണ്ട് ഈ കൂട്ടുകാരൻ ഒന്നും ആയിട്ടില്ല. മൂപ്പരും എല്ലാം എടുത്ത് കഴിച്ചു. എന്നിട്ട് മൂപ്പര് വെള്ളം കുടിച്ചു വന്നപ്പോ ഈസാ നബി വെച്ചു, മറ്റേ റൊട്ടി എവിടെ വെച്ചു? എനിക്കറിയില്ല. ഈസാ നബി ഒന്നും പറഞ്ഞില്ല. അറിയില്ല വെച്ചു, ഇല്ല അറിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൊണ്ട് നടന്നുപോയി. കുറച്ചിങ്ങനെ പോയപ്പോ നല്ല വിശപ്പ് പിന്നെയും കൂടി. ഈസാ നബി ഒരു മാൻപേടയെ കണ്ട് വിളിച്ചു ഇവിടെ വാർന്നു. മാൻപേടയെ വന്നു, അനുസരണത്തോടെ പിടിച്ച് അറുത്ത് ചുട്ട് തിന്നു, നല്ല ഭക്ഷണം, വെള്ളം കുടിച്ചു പുഴയിൽ. ഈസാ നബി ആ സുഹൃത്തിനോട് ചോദിച്ചു, വല്ലദീ അറാക ഹാദിഹിൽ ആയ മൻ അഖദ റഗീഫ്, ഈ മഹാദൃഷ്ടാന്തം നിനക്ക് കാണിച്ചു തന്ന അള്ളാഹു തന്നെയാണ് സത്യം. ആരാ തന്ന 10 റൊട്ടി എടുത്തതാരോ ചോദിച്ചു. എനിക്കറിയില്ല ഈസാ നബിയോ. ശരി, പിന്നെ വീണ്ടും പോയി. കുറച്ചങ്ങോട്ട് പോയപ്പോ ഈസാ നബി അലൈഹി സ്വലാമിന് ഭക്ഷണം വേണം, ഇവനും ഭക്ഷണം വേണം. ഭക്ഷണം കാശില്ല കയ്യിൽ. അപ്പൊ ഈസാ നബി ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ഇവിടെ ഇരുന്നിട്ട് മണലിന്റെ ഒരു കൂമ്പാരുണ്ടാക്കിയിട്ട് മണലിനോട് സ്വർണ്ണാക്കാൻ പറഞ്ഞു. മൊഴിസത്താണ് ഈസാ നബിക്ക്. ഒക്കെ സ്വർണ്ണായി. ഈസാ നബി 3 ഭാഗിച്ചു. ഒരു ഭാഗം എനിക്ക്, ഒരു ഭാഗം നിനക്ക്, ഒരു ഭാഗം ആ റൊട്ടി എടുത്ത ആൾക്കും.
ഇയാൾക്കാണ് ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കുള്ള സ്വർണ്ണമാണ്. കാരണം ഇതിപ്പോ തൽക്കാലം ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരുപാട് ഉണ്ടായിരുന്നു സംഭവം. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇസ്ലാം ഞാൻ എടുത്തത് പറഞ്ഞു, എന്നാ ആ 2 ഓഹരി നിർത്തോ, എൻ്റെ ഓഹരി നിർത്തോ, എനിക്കിത് വേണ്ടായിരുന്നു. മൂപ്പരീസണവി നമ്മൾ തമ്മിൽ പിരിഞ്ഞു. അവന് പിരിഞ്ഞാലും കുഴപ്പമില്ല, ഈ 3 ഓഹരി ഒരുമിച്ച് കിട്ടിയല്ലോ. ഇവരിങ്ങനെ ആലോചിച്ച് പറഞ്ഞത് എന്താ ചെയ്യുക, ഒന്നിച്ചിപ്പോ ഇങ്ങനെ കൊണ്ടുപോകും, ചാക്ക് കിട്ടാനും വേണം പുറത്ത് പോയി കൊണ്ടുവരാം. അങ്ങനെ ഇരിക്കാൻ 2 കൊള്ളക്കാരാണ് വന്നു. ഈ കൊള്ളക്കാർ വന്നിട്ട് എന്താന്ന് ചോദിച്ചു, സ്വർണ്ണാണ് പറഞ്ഞു. ആഹാ, അപ്പൊ സ്വർണം ഇവർ കവർ ചെയ്യാനുള്ള ശ്രമമായി. ഇവൻ പറഞ്ഞു നിങ്ങൾക്കും തരാം, നമുക്ക് 3 ഭാഗമുണ്ട്, 3 ഓഹരി ചെയ്തെടുക്കാം, അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ഇവനറിയാം. എന്നാ തീരുമാനിച്ചു, ഐക്യത്തിലായി. അപ്പൊ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട് പറഞ്ഞു, ഞങ്ങൾക്കും വിശപ്പുണ്ട് പറഞ്ഞു. എന്നാ ഒരാളെ ഭക്ഷണത്തിന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. കുറച്ച് പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ട ഒരാളെ പുറത്തേക്ക് അങ്ങാടിക്ക് വിട്ടു. അയാൾ ഭക്ഷണത്തിൽ വാങ്ങി വരുമ്പോൾ പ്ലാൻ ചെയ്തു, ഈ ഭക്ഷണത്തിൽ ഇത്തിരി വിഷം കലർത്തിയാൽ ആർത്തിയോടെ ഇവർ കഴിക്കും, 2 ആളും മരിച്ചട വീഴും, എനിക്ക് അവരെ വിഹിതം കൂടി എടുത്തിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ വിചാരിച്ചു. സ്വർണ്ണക്കുമാരല്ലേ. ഇവർ 2 ആളും ആൾ വരുമ്പോഴേക്ക് പ്ലാൻ ചെയ്തു, അവന് ഭക്ഷണത്തിൽ വരുമ്പോ ഭക്ഷണം വാങ്ങിയിട്ട് അവനെ തല്ലിക്കൊന്നാല് അവന്റെ ഓഹരി നമുക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അവൻ ഭക്ഷണം കൊണ്ടുവന്നു, ഇവർ കഴിച്ചു, ഇവർ 2 പേരും മരിച്ചു. അതോടൊപ്പം ഇവനെ ആക്രമിച്ചു, അവരെ കൊലപ്പെടുത്തി, ഇവനും മരിച്ചു. 3 ആളും മരിച്ചാണ് കിടക്കുന്നത്. ഒരു പൈസ അവർ കിട്ടിയില്ല, ഒരു സ്വർണ്ണത്തിന് തരിയും കിട്ടിയിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങി വരുമ്പോൾ പറഞ്ഞു ഹാദിഹി ഹിയ ദുനിയ, ഇതാണ് ദുനിയാവ്. അപ്പൊ ദുനിയാവിന്റെ കാര്യത്തിൽ താല്പര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കൊന്നും നേടിയെടുക്കാനും കഴിയില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് മനസ്സ് സംസ്കരിച്ച് ശുദ്ധീകരിച്ചുകൊണ്ട് പഠിച്ച ഇൽമ് ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജീവിപ്പിക്കുകയാണെങ്കിൽ സ്വസ്ഥമായി ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നത് ഒരു സത്യമാണ്. അതിന് പ്രധാനമായും വേണ്ടത് നല്ല ആധ്യാത്മിക നായകന്മാരാണ്. ഇപ്പൊ ഈ പഠിച്ച് നന്നാകുന്ന കുട്ടികളൊക്കെണ്ടല്ലോ, അതിങ്ങനത്തെ ചില കോളേജിൽ പഠിച്ച് നന്നാകുന്ന കുട്ടികൾ, ഉസ്താദുമാർ നല്ലതാണെങ്കിൽ മക്കൾ നന്നാകും, ഉസ്താദുമാർ മോശമാണെങ്കിൽ കുട്ടികൾ മോശമാകും. കുറെ ഇൽമുണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു തരത്തിലുള്ള നല്ല ആത്മീയത പകർന്നു കൊടുക്കുന്ന മാതൃകായോഗ്യരായ ഉസ്താദുമാരുള്ള സ്ഥാപനങ്ങൾ പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ ഗണത്തിൽപ്പെട്ടതാണ് ഉസ്താദുമാരോടൊപ്പം നമുക്ക് ആധ്യാത്മിക നായകന്മാരും മശായിഖുമാരുമായി കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. തെർബിയത്തിന്റെ മശായിഖുമാർ എന്നൊക്കെ പറയും, തബറുക്കിന്റെ മശായിഖുമാർ എന്നൊക്കെ പറയും. നല്ല നല്ല മനുഷ്യന്മാർ, സ്വാലഹീങ്ങൾ, അതൊക്കെ പല മർത്തബയാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. അവരായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവും, ലിങ്ക് ഉണ്ടായത്, ബന്ധം ഉണ്ടായാൽ മതി. എന്നാൽ തന്നെ നമ്മൾ നന്നായി തീരും. സ്വാലഹീങ്ങളുമായുള്ള ബന്ധം മഹാന്മാരെ കാര്യം വിശദമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവരുമായുള്ള ബന്ധം ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് അവരുടെ നേരിട്ടുള്ള ശിക്ഷണം കിട്ടും. അവർ നമ്മളെ കാര്യത്തിൽ ശ്രദ്ധിക്കും. എപ്പോഴൊന്നും ബന്ധപ്പെടുന്നില്ല, വല്ലപ്പോഴും ബന്ധപ്പെട്ട് അവർ പറയുന്ന പോലെ ചെയ്താൽ തന്നെ, അവർ ചൊല്ലുന്ന തരുന്ന ദിക്റുകളൊക്കെ ചൊല്ലിയാൽ തന്നെ ഒരു ആത്മീയമായ ഒരു കണക്ഷൻ ഉണ്ടാവും, ഒരു കണക്ഷൻ ലിങ്ക്. ആ ലിങ്ക് അവരെ മശായിഖുമാർ വഴി ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ലിങ്കായിരിക്കും, വലിയ ലിങ്കായിരിക്കും. അതിന് വലിയ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കാര്യത്തിലൊക്കെ അവർക്ക് ഇടപെടാനും ബന്ധപ്പെടാനും ഒക്കെ സാധിക്കും. അപ്പൊ അങ്ങനത്തെ യോഗ്യരായ ആളുകളെ കണ്ടെത്തണമെന്നാണ് തസവുഫുമായി ബന്ധപ്പെട്ട മശായിഖുമാരൊക്കെ പറയുന്നത്. മഹാനായ ഇന്ത്യയിൽ തന്നെ പ്രശസ്തനായ അൽ ആരിഫ് വലിയുല്ലാഹി ഉമർ റഹിമഹുല്ലാ അവർ പറയുന്നത്, നീ ചികിത്സിക്കേണ്ടത് നല്ല വിദഗ്ധനായ ഡോക്ടറെ കണ്ടെത്തിയിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ രോഗം വന്നാൽ നമ്മുടെ ഡോക്ടറെ കാണും. ആ ഡോക്ടർ പെർഫെക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് വീണ്ടും 2ാമത്തെ ഡോക്ടറെ കാണും. 3 നല്ല ഉറച്ചൊരു ഡോക്ടർ യോഗ്യനാണെന്ന് കണ്ടെത്തിയിട്ട് ആ ഡോക്ടറെ സമീപിച്ചാണ് നമ്മൾ ചികിത്സ നടത്തുക. ഇതുപോലെ ആത്മീയമായ ചികിത്സ നടത്തുമ്പോൾ നല്ല യോഗ്യരായ മശായിഖുമാർ നമ്മൾ കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടണം. അവർക്ക് കാരണം മനസ്സിന്റെ രോഗമാണ് അവർ പരിഹരിക്കുന്നത്. എന്നാൽ താലിബൻ വളരെ വിദഗ്ധമായി അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരുക്കി തന്ന ആ വിശിഷ്ടമായ ചികിത്സാ രീതികൾ ഈ തരത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ മനസ്സിന്റെ രോഗം മാറ്റി ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും എന്ന കാര്യം തീർച്ചയാണ്. അങ്ങനെയൊക്കെ ശുദ്ധീകരിച്ച ആളുകൾ കൂളായി ജീവിച്ചു പോകും. മഹാനായ ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ലാ ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാ ആധ്യാത്മിക നായകനാണ്. തസൗഫിന്റെ മേഖലയിലേക്ക് പ്രവേശിച്ച് വളരെ മുന്നോട്ട് പോയ ആളാണ്. രാജകീയമായി ജീവിച്ച അദ്ദേഹം ഒരു ഘട്ടത്തിൽ ദുനിയാവിന് വിലയും കൽപ്പിക്കാത്തത് കൊണ്ട് താനെങ്ങനെ സഞ്ചരിച്ചൊരു കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ
അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിപ്പോയി, പകരം വസ്ത്രം എടുക്കാനില്ല. അദ്ദേഹം തന്റെ കീറിയ വസ്ത്രം സൂചിയും നൂലെടുത്ത് തുന്നിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കടപ്പുറത്ത് ഇങ്ങനെ റെഡിയാക്കുകയാണ്. അപ്പൊ അഭിഷപ്തനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു, അത് നിങ്ങൾ എത്ര രാജകീയമായ അന്തസ്സിൽ ജീവിച്ച മനുഷ്യനാണ്, ഒരു മുസ്ലിമായി നന്നായി ജീവിച്ചൂടെ രാജാവായിട്ട് തന്നെ? ഇങ്ങനെ കഷ്ടപ്പാട് വസ്ത്രം പോലും എടുക്കാല്ലാതെ കീറിത്തൂറിയ പിന്നിപ്പോയ ഈ വസ്ത്രത്തെ ഒരു നൂല് കൊണ്ട് സൂചി കൊണ്ടും കുത്തി ഇണക്കി കൂട്ടേണ്ട ഒരു ആവശ്യം ഗതികേടിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, മഹാനായ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്ലീസിനെ നോക്കിയിട്ട് തന്റെ കയ്യിലുള്ള സൂചി ആ നൂലിൽ നിന്ന് ഊരിയിട്ട് കടലിലേക്ക് ഒരൊറ്റ നിശ്ചലായി അവിടെ ഇരുന്നു. ആ കടലിലെ മത്സ്യങ്ങൾ തിരമാലക്കനുസരിച്ച് ആ സൂചി തള്ളി 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 തിരമാലക്കനുസരിച്ച് പതുക്കെ 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 നീക്കി മഹാനായ ഇബ്രാഹിം റഹ്മത്തുള്ളാഹിന്റെ മുന്നിൽ ആ സൂചി എത്തിച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലായതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവൻ എന്റെ കൂടെയാണ്, ഒക്കെ നമ്മുടെ കൂടെയാണ്. ഞാൻ രാജകീയമായി പ്രൗഢിയോട് ജീവിക്കുകയാണെങ്കിൽ ആരെങ്കിലും എന്നെ സഹായിക്കാൻ ഇതുപോലെ ഉണ്ടാകുമോ തിരിച്ചു ചോദിച്ചപ്പോൾ ഇബ്ലീസ് നിരാശനായി മടങ്ങിപ്പോയി ചരിത്രത്തിൽ കാണാം. നമുക്കിതുപോലെ ജീവിക്കാൻ സാധിക്കും. മനസ്സ് ശുദ്ധമാക്കണമെന്ന് മാത്രം. പക്ഷെ മനസ്സ് ശുദ്ധമാക്കാൻ ഇത്തരം ആധ്യാത്മിക നായന്മാരെ നമ്മൾ സമീപിക്കുമ്പോൾ ഇന്നത്തെ കാലമാണ്. പഴയകാലത്ത് പോലും ഈ മേഖലയിൽ വ്യാജന്മാർ ധാരാളമുണ്ട്. ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, വ്യാജന്മാർ ധാരാളം ഈ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. വ്യാജന്മാരെയും ഒറിജിനലും തിരിച്ചറിയുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വഴി അള്ളാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കലാണ്. എത്ര വലിയ ഷെയ്ഖായിരുന്നാലും ശരി, അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും ഇസ്ലാമിക അധ്യാപനവും അനുസരിച്ച് ജീവിക്കുന്ന ആളാണോ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് അതിലെന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ അയാൾ യഥാർത്ഥ ഷെയ്ഖ് അല്ല ഉറപ്പ്. അത്തരം ആളുകളെ ആശ്രയിക്കാനേ പാടില്ല, ഏതെങ്കിലും ചെന്ന് ചാടി പോകണ്ട. മഹാനായ ജുനൈദുൽ ബാഗ്ദാദി റഹ്മഹുല്ലാഹ് പറയുന്നു, ഒരു മനുഷ്യൻ അന്തരീക്ഷത്തിൽ ചമ്രം പടിഞ്ഞിരിക്കുകയാണ്, ഫലാ തഗ്തറു ബിഹി, ഒരിക്കലും നിങ്ങളത് ഷെയ്ഖാണ് വിചാരിച്ച് വഞ്ചിക്കപ്പെടേണ്ടത് കറാമത്താണ് വിചാരിക്കണ്ട. ഹത്താ തുഖയ്യിദുഹു ബിൽ കിതാബി വസുന്ന, വിശുദ്ധ ഖുർആനും സുന്നത്തിനും വിധേയമായി ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താത്ത കാലത്തോളം എന്ന് മഹാനായ ജുനൈദുൽ ബാഗ്ദാദി റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തി. തസൗഫിന്റെ അടിസ്ഥാനം ശരീഅത്താണ്. ശരീഅത്ത് കഴിഞ്ഞിട്ടാണ് തസൗഫും ത്വരീഖത്തും. ശരീഅത്തില്ലാത്ത ആൾക്ക് തസൗഫ് ഇല്ല, ത്വരീഖത്തില്ല. അതിന്റെ കൂടെ ശരീഅത്ത് തസൗഫ് വേണം, ത്വരീഖത്ത് വേണം. ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളൊന്നും നമ്മൾ വഞ്ചിക്കപ്പെടേണ്ട. അത്ഭുതം പിശാചിന് വളരെ വേഗം സാധിക്കും അത്ഭുതപ്പെടുത്തുണ്ടാക്കാൻ. എത്രയോ അത്ഭുതങ്ങൾ മനുഷ്യന് ബോധ്യപ്പെടുന്ന കഴിവുകൾ, അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ പിശാചിന് സാധിക്കും. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ താരിഖിൽ തന്നെ കാണാം, അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ നടക്കാൻ പോവുകയാണ്, ഒറ്റയ്ക്ക് നടക്കുക. ഇദർ ആ നൂറൻ ഫിൽ ഉഫുഖ്, ആകാശ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു മിന്നൽ, ഒരു ഒരു ചക്രവാളത്തിൽ വല്ലാത്തൊരു പ്രകാശം, ജ്വാല. അവിടുന്ന് ഒരു അശരീരി, യാ അബ്ദുൽ ഖാദിർ അനല്ലാഹ് ഇന്നി അഹലതു ലക്കൽ മുഹറമാത്ത്, അബ്ദുൽ ഖാദിർ ഞാനാണ് അല്ലാഹ്, ഇനി മുതൽ നിനക്ക് ഹറാമൊക്കെ ഹലാലാക്കി തന്നു, ഇത്രമാത്രം നീ ജീവിച്ച് വലിയ ഉയർന്ന പദവിയിലെത്തിയില്ലേ ചോദിച്ചു. ആ പറഞ്ഞതോട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അഭിഷപ്തനായ പിശാച് നിന്ദനായി മാറി നിൽക്കടാന്ന് പറഞ്ഞപ്പോൾ ഫൈദ ദാലിക നൂർ ദുഹാൻ, ആ പ്രകാശം ഇരുളിന്റെ ചുരുളുകളായി, പുകച്ചുരുളുകളായി അപ്രത്യക്ഷമായി, ആ രൂപം അപ്രത്യക്ഷമായി. എന്നിട്ട് പിന്നെ അശരീരി കൈഫ അറഫ്തനി യാ അബ്ദുൽ ഖാദിർ, അല്ല അബ്ദുൽ ഖാദിർ എങ്ങനെ എങ്ങനെ തിരിച്ചറിഞ്ഞത്? വഖദ് ഫത്തഷ്തു മിസ്ലക, നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഞാൻ പരീക്ഷിച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഒക്കെ വഴി തെറ്റിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ചോദിച്ചു. എനിക്ക് വേഗം മനസ്സിലായി, ഹറാം ഹലാലാക്കി തന്നോണം, അതോട് ഞാൻ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ദീൻ ഹറാം ഒരു കാലത്തും ഒരാൾക്കും ഹലാല, മരിക്കണത് വരെ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞു. അതാണ് മുഹീദ്ദീൻ മൗലവി പറഞ്ഞത്. ഇബ്ലീസ വേറെ ദിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചിക്ക് ഡത്തി അയച്ചോവർ. നേരെ മറിച്ച് ഇങ്ങനത്തെ വ്യാജന്മാർ ചെന്ന് അകപ്പെട്ട് നമ്മൾ ഓരോ അത്ഭുതം കണ്ട് അകപ്പെട്ടാൽ അങ്ങനെ അത്ഭുതമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും, മറഞ്ഞ കാര്യം പറഞ്ഞു തരാൻ സാധിക്കും, ഔലിയാക്കന്മാർക്കും മറഞ്ഞു തരാൻ കാര്യം പറയാൻ സാധിക്കും, പിശാചിനും പറഞ്ഞ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയമാണ്. ഒരു പച്ച ഷാളും മാലിയും കയ്യിൽ തസ്ബീഹിന്റെ മാലിയും ദിക്റും തസ്ബീഹും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ആളാണ്, ശരീഅത്തിന്റെ കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല, പക്ഷെ അത്ഭുതങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, കറാമത്തുകൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ആള് ഷെയ്ഖാണെന്ന് വിചാരിക്കേണ്ട. ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? ഇതാണ് പ്രധാനം. ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്ര വ്യാജ സിദ്ധന്മാരെയാണ് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്. കൊരൂർ ഷെയ്ഖ് ഉണ്ടായിരുന്നു,
കോഴിക്കോട് കൊടുവള്ളിക്കകത്ത് പരിസരത്ത് ദിക്റുകളും മന്ത്രങ്ങളുമായി മാത്രം കഴിഞ്ഞു കൂടിയാൽ മതി. ഒരു കുഴപ്പമില്ല. നിസ്കാരം നോമ്പോ ആ മാതിരി പരിപാടിയൊന്നും വേണ്ട. മഹാന്മാരായ പണ്ഡിതന്മാർ പരിശോധിച്ച് തീരുമാനിച്ച് അവർക്ക് ശക്തമായ തീരുമാനത്തില്ലേ. ചോറ്റൂർ ത്വരീഖത്തുണ്ടായിരുന്നു, മലപ്പുറം ജില്ലയിലെ തിരൂരിന ഭാഗത്ത് ഉണ്ടായിരുന്നു. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പ് കിട്ടുന്നവരെ ഇബാദത്ത്, പിന്നെ ഇബാദത്ത് ആവശ്യമില്ല. മറ്റേ ശേഖരണം ഇന്നമൽ മുഅ്മിനീന ഇഖ്വ, മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരന്മാരാണ്, ആണും പെണ്ണൊക്കെ സമാണ്. ഈ ത്വരീഖത്ത് പ്രവേശിച്ചാൽ പിന്നെ പരസ്പരം ആണും പെണ്ണും കാണുന്നു സ്പർശിക്കുന്നു വിലക്കില്ല. ഈ മാതിരി സിദ്ധന്മാർ അവരൊക്കെ വ്യാജന്മാർ. അങ്ങനത്തെ ആളുകളെ മുഴുവൻ തുറന്നു കാണിച്ചുകൊണ്ട് അവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കേണ്ട ആളുകളാണ് യുവ പണ്ഡിത സുഹൃത്തുക്കൾ. അവിടെ നമ്മൾ ആർജവം കാണിക്കണം. മുഖം നോക്കാതെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയാനുള്ള ഒരു ആർജവം നമുക്ക് വേണം. അങ്ങനെ ദീൻ നിലനിൽക്കുകയുള്ളൂ. ആ നിലയിലുള്ള പണ്ഡിതന്മാരാണ് നമുക്ക് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം. പിന്നെ നമുക്ക് നല്ല ഷെയ്ഖന്മാരെയും മഷായിഖന്മാരെയും തെർബിയത്തിന്റെ ആളും കിട്ടുന്നില്ല സങ്കല്പിക്കുക. എന്നാലും ഏതെങ്കിലും സംശയം ഉണ്ടായിട്ട് പോയി ചേരണ്ട. മറ്റു ആളുകൾ നിങ്ങൾ ഉറപ്പിച്ചൊപ്പം കൂടിക്കോ. ഒന്നും കിട്ടാനില്ലെങ്കിൽ ത്വരീഖത്തിന്റെ മശായിഖ്മാരെ കൈക്കണ്ടേരെ പറഞ്ഞൊരു കാര്യമുണ്ട്. വഖദ് അജ്മഅൽ ആരിഫൂന ബില്ലാഹ്, ആരിഫുകൾ ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട് അന്ന കസറത്ത സ്വലാത്തി വസ്സലാമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കൽ തഖൂമു മഖാമ ശൈഖിൽ മുറബ്ബി, മുറബ്ബിയായ ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കും എന്ന് അവർക്ക് ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കോ, സലാം അങ്ങനെ ചൊല്ലിക്കോ, റസൂലുള്ളാഹിയുള്ള ബന്ധം അങ്ങനെ നിലനിർത്തിക്കോ. അതുമതി തങ്ങൾ നമ്മൾ തെർബിയത്ത് ചെയ്യും. ഇത് ഇജ്മാ. മറ്റു വഴികളില്ലെങ്കിൽ ആശ്രയിക്കാൻ അങ്ങനെ ഒരു വഴി മശായിഖ്മാർ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഈ ബന്ധമാണ് പ്രധാനം, അവരുള്ള മഹബത്താണ് പ്രധാനം, സ്വാലിഹീങ്ങളുടെ സുഹബത്താണ് പ്രധാനം, അവരുമായുള്ള കണക്ഷനാണ് പ്രധാനം. ഇപ്പൊ എത്രയോ ആളുകൾ നമ്മുടെ കൊടുത്ത് സലാത്തുകൾ ദായമാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ആസാറുകൾ പ്രകടമാകും. കാരണം ആ റസൂലുള്ളാഹി തങ്ങളുടെ സലാം, ആ ഒരു സമാധാനം, തങ്ങളുടെ ആ ബന്ധം കിട്ടും. ഞാൻ തന്നെ നേരിട്ട് അനുഭവസ്ഥനാണ്. എന്റെ ഒരു സഹോദരി, ഞാൻ അറിയുന്ന ഒരു സഹോദരി, അവർ ദലായിൽ ഖൈറാത്ത് പതിവാക്കുന്ന ആളാണ്. പതിവാക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം അവരുടെ ദലായിൽ ഖൈറാത്തിന്റെ ആ കോപ്പി മിസ്സായി. അത് പിറ്റേന്ന് ചെല്ലാൻ ഒരു വഴിയില്ല, കാണുന്നില്ല, തെരഞ്ഞിട്ട് കാണുന്നില്ല. എന്നോടൊക്കെ ചോദിച്ചു എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാണാനില്ല. കാരണം ദലായിൽ അങ്ങനെ പെട്ടെന്ന് ഹിഫ്ളാക്കാൻ പറ്റിയതല്ലോ. അന്ന് നഷ്ടപ്പെട്ടൊന്നും ചൊല്ലിയില്ല. ആ രാത്രി കഴിഞ്ഞിട്ട് പിറ്റേന്ന് കാലത്ത് ഈ സഹോദരി ചോദിച്ചു, എന്റെ ദലായിൽ ഖൈറാത്ത് ഇന്ന സ്ഥലത്തുണ്ടോ നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന സ്ഥലം എന്ന് പറഞ്ഞാല് ആ വീട്ടിന്റെ ഓഫീസ് റൂമിലെ ഒരു പാരപ്പറ്റുണ്ട്, പിന്നെ മാറലൊക്കെ പിടിച്ച് കിടക്കുന്ന പഴയ വാരിക മാസികൾക്ക് അടുക്കി വെക്കുന്ന ഒരു ഉപയോഗിക്കാത്ത ഒരു സ്ഥലമുണ്ട്. അവിടെ നോക്കാൻ പറഞ്ഞു ചൂണ്ടിക്കാണിച്ച്. അവിടെ എങ്ങനെ എന്റെ ദലായിൽ ഖൈറാത്ത് ഉണ്ടാകാ? അത് ഉപയോഗിക്കാത്ത സ്ഥലമല്ലേ? അല്ല, എന്നാലും അവിടെ നോക്കിയെന്നാണ്. അവർ സ്റ്റൂളിട്ട് കയറിയിട്ട് നോക്കിയിട്ട് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കയ്യിലെടുത്തത് ദലായിൽ ഖൈറാത്ത്. ഇയാളിങ്ങനെ പകച്ചു നിന്നു, അവളും ഇങ്ങനെ പകച്ചു നിന്നു. രണ്ടാളും കണ്ടെന്ന് വളരെ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ആ സഹോദരി പറഞ്ഞു, ഞാൻ ഇന്നലത്തെ രാത്രി എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. തങ്ങൾ പറഞ്ഞു എന്റെ ദലായിൽ ഖൈറാത്ത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ ഹബീബുമായി ലിങ്കായി. ആ ഹബീബിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ഈ മശായിഖ്മാരൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരം മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട് മനസ്സിനെ തസ്കിയത്ത് ചെയ്ത് നമ്മൾ ഇസ്ലാം പ്രചരിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മൾ നന്നായി ജീവിക്കലാണ്. ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഇസ്ലാം ഇങ്ങനെ തഴച്ച് വളരെ ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുകയാണ്, ജൂതന്മാരും ക്രിസ്ത്യാനികളും. നമ്മുടെ രാജ്യത്ത് ദീൻ പഠിച്ച ആളുകൾ ചില മത ഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ പഠിച്ചിട്ട് അറിവ് നല്ലോണം ഉണ്ട്, പക്ഷെ അറിവ് ജീവിതത്തിൽ ഒട്ടും പ്രതിഫലിക്കുന്നില്ല. തോന്നിയ മാതിരി അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും എഴുതിക്കൊണ്ടും യൂട്യൂബിൽ പ്രസംഗിച്ചുകൊണ്ടും ഇങ്ങനെ സമൂഹത്തിൽ ഇതാണ് ദീൻ എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ഒരാളും ഇട്ട് വരില്ല. മാതൃകായോഗ്യരായ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശിഷ്യന്മാരെ പോലെ നല്ല ആലിമികളായി, നല്ല മുത്തആലിമികളായി പഠിച്ചു വളർന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന് സഹായകമായ സ്വന്തം മാതാപിതാക്കൾക്കും ഗുരുവര്യന്മാർക്കും മശായിഖുമാർക്കും പ്രയോജനം കിട്ടുന്ന വിധത്തിൽ നല്ല മക്കളായി വളരാൻ നമുക്കൊക്കെ ദയാനിധിയായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹാദരപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വലിയ ഭാഗ്യമായി കരുതുന്നു നിങ്ങളെ സദസ്സിൽ കൂടിയത്. ദുആ ചെയ്യണം. ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.